എവിടെ പോയി നന്മകൾ, എവിടെ പോയി ഉന്മകൾ, എന്താണീ വേഷം, ഏതാണീ രംഗം, ആരാണിനി അഭയം പെരുവഴിയിൽ? നിഴനാടകമുയരുകയാണോ ജീവിതമാകെ? അല്ല, എങ്ങനെയാ കാശുണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പണ്ട് തന്ത്രി അല്ലായിരുന്നു, ഇപ്പൊ തന്ത്രിയാണെന്നും പറഞ്ഞ ആളുകൾ വന്ന് വരുന്നത്. കേരള പോലീസിന് അധികം ഒന്നും തന്നെ എങ്ങോട്ടും അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല. അതാ നമ്മുടെ മുരാരി തന്ത്രിയെ പിടിച്ചുകൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നുമാണ് ഇയാളെ പിടിച്ചിരിക്കുന്നത്. ഈ ഭരണിക്കാവിലുള്ള ഒരു ലോഡ്ജിൽ ഇയാൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ മുരാരി തന്ത്രിയെ ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 16 വയസ്സുള്ള കുട്ടിയെ ബാധ ഒഴിപ്പിക്കാൻ എത്തിയ കുട്ടിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തിനാണ് ഇയാളെ പോക്സോ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ നിരപരാധിയാണ്, ഇത്രയുള്ള പറയാം. അവർ തന്നെ കുടിക്കാൻ 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ട് അവർ കുടിക്കുക തന്നെ. ബാധയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ തനിച്ച് ഒരു പൂജയിൽ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞു. ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മ പുറത്തിരിക്കുകയും ഈ പെൺകുട്ടി അകത്ത് കയറിയുണ്ടായി. ഇപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. ഈ കയറി പോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഈ പെൺകുട്ടിയെ അയാൾ എത്തിക്കുകയാണുണ്ടായത്. എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കരണത്താണ് അദ്ദേഹം ആദ്യം അടിക്കുന്നത്. ആ കുട്ടിയുടെ ദേഹം മുറിയുകയും ആ ബ്ലഡ് ആ ഭിത്തിയിൽ പറ്റിയിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മളിലുണ്ട്. ഇദ്ദേഹം പെൺകുട്ടിയുടെ പുറകെ ഓടി വന്നിട്ട് പറയാം, പെൺകുട്ടിയെ തുടരരുത്, ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിരിക്കുകയാണ്, നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തും ബാധ കയറുമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മയെ കൂടെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇദ്ദേഹത്തിന് ഈ പ്രശ്നം വഷളാവുമെന്ന് കരുതിയിട്ട് ഇദ്ദേഹം ആ ജ്യോതിശാലയത്തിന്റെ പുറകെ കൂടെ ഇറങ്ങി ഓടുകയാണുണ്ടായത്. മുരാരി തെറ്റ് ചെയ്തിട്ടുണ്ടോ? മുരാരി ഇല്ല, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഉറപ്പല്ലേ? അവർ 20 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇവന്റെ യൂട്യൂബിനകത്ത് മുരാരി ജ്യോതിശാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. 20 ലക്ഷം രൂപ അവർ കടമുണ്ട്, അത് തീർക്കാൻ സഹായിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. മുരാരി ജ്യോതിശാലയത്തിന് യൂട്യൂബ് എടുത്താൽ ട്രാപ്പായിരുന്നു, ഒരു ട്രാപ്പിലാക്കിയത് നമ്മള്. എത്ര എടുത്ത് എത്ര വേണമെങ്കിൽ വയ്ക്കും, ഒന്ന് തിരക്കി നോക്കിയിട്ട് അവന്റെ സാലറി കൂടെ വെച്ചാൽ അവന്റെ സാലറി കൂടെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 20 ലക്ഷം രൂപ 20 ലക്ഷം രൂപ എങ്ങനെ അടക്കി? നിങ്ങൾ എത്ര രണ്ട് സാലറി അടഞ്ഞു? 30 രൂപയ്ക്കകത്ത് അടവ് വരും. മാനിനെ വിളിക്കാം. നമസ്കാരം. ഞാൻ വിളിച്ചതേ ഈ നമ്മുടെ സുഹൃത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഈ പ്രമാണത്തിന്റെ ഒറിജിനൽ അവരായി നഷ്ടപ്പെട്ട് പകർപ്പ് വെച്ച് ലോൺ കൊടുക്കും ഇല്ലയോ? അപ്പൊ പിന്നെ എന്തുവേണം? അവിടെ തന്നെ പറഞ്ഞു രജിസ്റ്റേഡ് വർക്ക് വരുത്തുന്നത്. ഇവർക്ക് 20 ലക്ഷം രൂപ മതി. വഴികളുള്ള വസ്തു മെയിൻ റോഡ് സൈഡാ. എത്ര രൂപയുടെ വസ്തു? 1 ലക്ഷം രൂപ വിലയുള്ള സ്ഥല, 3 ലക്ഷം രൂപ വിലയുള്ള സ്ഥല, 2 തലോട്. മൈനർ കാര്യങ്ങളൊന്നുമില്ല. കൊച്ചു അവളുണ്ട്, ഇന്നത്തെ മൈനറുണ്ട്, ഒരാൾ മൈനറാ. അവരും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അതല്ലെങ്കിൽ ഒഴിവൂർ എഴുതി നിങ്ങളുടെ വിലാക്കണമല്ല. ഇവിടെ മൈൻഡായിട്ട് വരത്തില്ല. അപ്പോൾ 16 ഇതിപ്പം പുള്ളി പറയും.